എറണാകുളം ചേന്ദമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ ഇരുമ്പുദണ്ട് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ 17-അംഗ സംഘം കേസ് അന്വേഷിക്കും. കേസിലെ പ്രതി ഋതു കുറ്റം സമ്മതിച്ചു. പരിക്കേറ്റ ജിതിൻ തന്റെ സഹോദരിയെക്കുറിച്ച് മോശമായി സംസാരിച്ചതിനാണ് പ്രകോപനത്തിന് കാരണമെന്ന് ജിതിൻ പോലീസിനോട് പറഞ്ഞു. ജിതിനെ ആക്രമിക്കാനാണ് എത്തിയതെന്നും തടയാൻ ശ്രമിച്ചവരെ പിന്നീട് ആക്രമിക്കുകയായിരുന്നുവെന്നും മൊഴി നൽകി. കൃത്യം നടത്തുമ്പോൾ പ്രതി ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും പോലീസ് കണ്ടെത്തി. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, പ്രതിയുടെ മൊഴി എന്താണ്? അന്വേഷണം എങ്ങനെ? സംഘത്തിന്റെ വിവരങ്ങൾ. നമ്മളിപ്പോൾ ഉള്ളത് ഈ പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ്. ഇവിടെയാണ് ഈ മരിച്ച 3 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ അന്തിമഘട്ടത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാറ്റി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക. അതിനുശേഷം ബന്ധുവീട്ടിൽ പൊതുദർശനമുണ്ട്. ശേഷം ഒരു 5 മണിയോടുകൂടി തൊട്ടടുത്തുള്ള ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകളും ഉണ്ടാവും. അങ്ങനെയാണ് ബന്ധുക്കളുടെ ഒരു ഭാഗത്തുനിന്നുള്ള അറിയിപ്പ് ലഭിച്ചത്. നേരത്തെ തന്നെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് വന്നാൽ പോലീസിനോട് ഈ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. തൻ്റെ സഹോദരിയെക്കുറിച്ച് ഈ ജിതിൻ നടത്തിയ ചില മോശമായ പരാമർശങ്ങൾ സംബന്ധിച്ച് തനിക്കൊരു പ്രകോപനമുണ്ടായിരുന്നു. അതിന് ഈ ജിതിനെ ആക്രമിക്കാൻ ചെന്നപ്പോൾ കൂടെയുള്ളവരെയും ആക്രമിക്കുകയായിരുന്നു എന്നതുൾപ്പെടെയാണ് മൊഴി. എന്തായാലും പ്രതി ഈ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യം പോലീസ് എന്തായാലും സ്ഥിരീകരിക്കുന്നുണ്ട്. അത് മുൻപ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേകം ഒരു സംഘത്തെ 17-അംഗ സംഘത്തെ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും ലഹരി വസ്തുക്കൾ കണ്ടെത്തിയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും കേസിന്റെ മുന്നോട്ടു പോക്കിനെ വളരെ സൂക്ഷ്മതയോടെയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത്. കൊണ്ടാണ് ഒരു പ്രത്യേക സംഘത്തെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യം ഈ പ്രതി ഒരു ബൈക്കിന്റെ സ്റ്റംബർ ഉപയോഗിച്ച് വീട്ടിലേക്ക് ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സ്റ്റംബർ ഉപയോഗിച്ച് ബൈക്കിന്റെ സ്റ്റംബറും അതോടൊപ്പം തന്നെ കത്തിയും കയ്യിൽ കരുതിയാണ് ഈ വീട്ടിലേക്ക് വന്നത്. ആദ്യം വിനിഷ പുറത്തു വരുന്നു, വിനിഷയുടെ തലക്കടിക്കുന്നു. അതിനുശേഷം പിന്നീട് ഈ വിനിഷയുടെ അച്ഛൻ വേണു പുറത്തേക്ക് വരുന്നു, വേണുവിനെയും തലക്കടിക്കുന്നു. വേണു നമുക്കറിയാം പ്രായമായ ആളാണ്, കാര്യമായ ശാരീരിക അവശതകളുള്ള ആളാണ്. ഒപ്പം തന്നെ തൊട്ടടുത്ത് ഉഷ വരുന്നു. ഉഷയും ആ സമയത്ത് കുറച്ചുകൂടി ഗൗരവമായൊരു വിഷയം എന്ന് പറയുന്നത് 2 ചെറിയ മക്കൾ, ഈ ജിതിൻ്റെയും അതോടൊപ്പം തന്നെ വിനിഷയുടെയും 12ഉം 6ഉം വയസ്സ് പ്രായമുള്ള 2 മക്കൾ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ ഇത് കണ്ട് കാര്യമായി തന്നെ ഒരു പാനിക്കായ സാഹചര്യത്തിലായിരുന്നു. പിന്നീട് ഈ സംഭവം നടന്നതിന് ശേഷം നിലവിളിയും മറ്റും കേട്ട് ഓടിക്കൂടിയ ആളുകളാണ് അവരെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയത്. ആ കുട്ടികളുടെ കാര്യം വലിയ കഷ്ടമാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായി തന്നെ ഈ പ്രതിയെ അപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും അതോടൊപ്പം തന്നെ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടത്തിയിരുന്നു. അതിനുശേഷം ചില കാര്യങ്ങൾ കൂടി പോലീസിന് വ്യക്തമായിട്ടുണ്ട്. നേരത്തെ NDPS കേസുമായി ബന്ധപ്പെട്ട 52 ദിവസം ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റഡിയിലുള്ള ഋതു 52 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ പോലീസിനോട് ചില കാര്യങ്ങൾ മാനസിക രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഇൻക്വസ്റ്റ് നടപടി ഉൾപ്പെടെ പുരോഗമിക്കുന്നത്. ഏകദേശം അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. എന്തായാലും അതിനുശേഷം പിന്നീട് ഇവിടെ നിന്ന് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കും. മെമ്പർ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ താൽക്കാലികമായ സംവിധാനങ്ങളൊക്കെ മെമ്പറുടെ സാഹചര്യത്തിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഇത് വന്നിട്ടില്ല. പഞ്ചായത്തിൽ വരുന്ന ഒരു പരാതിയോ അങ്ങനെ ഒന്നും തന്നെ പഞ്ചായത്തിൽ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു വ്യാപകമായി ഇടപെടാൻ കഴിയാതിരുന്നത്. ഒരു സ്കൂൾ വിട്ടു വന്ന സമയമായതുകൊണ്ട് കുട്ടികളുണ്ടായിരുന്നല്ലോ അവിടെ. പിന്നെ ഞങ്ങൾ ചുറ്റുവട്ടത്തും ഇത്രയും വലിയൊരു പ്രതിരോധം നടക്കണമെന്നുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് ചുറ്റുവട്ടത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ഇവൻ്റെ ആക്രോശം കാരണം അവരടുക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് പേടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത്തരം സാഹചര്യങ്ങളിലൂടെ ഇത് ശേഷമാണ് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. ഞാൻ ഇന്നലെ പഞ്ചായത്തിൽ 6 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇത് അറിയാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഇത് അറിഞ്ഞത്. കേസുകളായിട്ട് നമുക്ക് അവിടുത്തെ മെമ്പറാണിത് ഡീൽ ചെയ്തിട്ടുള്ളത്. മെമ്പർ സാന്നിധ്യത്തിൽ ചിലത് തീർപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഇത് പിന്നീട് വന്നതൊന്നും പഞ്ചായത്തിൽ പരാതിയായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കൊടുത്ത പരാതിയിൽ ജയ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കേസിൽ നമ്മൾ വിളിച്ച് പറഞ്ഞതാണ്. പക്ഷെ അത് അവർ പിന്നീട് ഒന്നും പറഞ്ഞില്ല, പരാതി തീർന്നു എന്നാണ് പറഞ്ഞത്.
പക്ഷെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ അതാത് സമയം പോലീസിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു ഗേറ്റ് തകർക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരു മധ്യസ്ഥ ചർച്ചയും CCTV വെക്കലൊക്കെ ഉണ്ടായില്ലേ? CCTV അത് വ്യക്തമായിട്ട് പറയാൻ മെമ്പർക്ക് കഴിയുള്ളൂ. ഞാൻ അന്നേരത്ത് ആ വാർഡിന്റെ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് മെമ്പറാണ് അത് ഡീൽ ചെയ്തിട്ടുള്ളത്. സ്ഥിരമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഇപ്പോൾ രൂക്ഷമായിട്ട് വരുന്നുണ്ട്. തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സമീപവാസികളൊക്കെ നിരവധി തവണ പോലീസിനെ സമീപിക്കുകയും പഞ്ചായത്തിൻ്റെയും വാർഡ് മെമ്പറുടെയും വൈസ് പ്രസിഡന്റിന്റെയും അതോടൊപ്പം ഇപ്പോൾ നമ്മൾ സംസാരിച്ച പ്രസിഡന്റ് തന്നെ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. നിരവധി പ്രശ്നങ്ങളിൽ ഈ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പ്രസിഡന്റിനോട് ചോദിച്ചതാണ്. അതായത് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട വേണുവിൻ്റെ വീട്ടിലെ ഗേറ്റ് തകർത്തുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് അന്നത് പറഞ്ഞു തീർക്കുക. അതിൻ്റെ ശേഷമാണ് CCTV ഉൾപ്പെടെ ഈ വീട്ടിൽ 4 CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. എന്തായാലും ഈ കേസിലും ആ CCTV ക്യാമറകൾ നിർണായകമാകുമെന്ന് തന്നെ ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട്. കാര്യം ഈ സ്റ്റംബറും കത്തിയൊക്കെ ഉപയോഗിച്ച് ഗേറ്റ് തുറന്ന് അകത്ത് കടന്നാണ് വാതിൽ തുറന്നു വരുന്ന ആളുകളെ കമ്പിവടി കൊണ്ട് അടിച്ചു വീഴ്ത്തുന്നത്. സ്വാഭാവികമായും പോലീസ് ആ ദൃശ്യങ്ങൾ കൂടി ഇതിന്റെ തെളിവായി ശേഖരിക്കും. മാത്രമല്ല ഈ സ്റ്റംബറും കത്തിയുമൊക്കെ ഇന്നലെ തന്നെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വീടിനകത്ത് ചില ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. വളരെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന 4 പേർ ഒരു വീടിനകത്ത്. അത് ആ സമയത്ത് അവസാന സമയത്ത് ഈ വേണുവും അതോടൊപ്പം തന്നെ വിനിഷയും ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് ശ്വാസമെടുക്കുന്ന ഒരു വല്ലാത്തൊരു ദൃശ്യം നമ്മളുടെ മൊബൈൽ ഫോണുകളിലൊക്കെ കണ്ടിരുന്നു. രക്തത്തിൽ കുളിച്ച ആ വീട്ടുകാർ അടുത്ത ആളുകളൊക്കെ അവരെ പെട്ടെന്ന് തന്നെ ചികിത്സയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആദ്യം ജിതിനെ കൊണ്ടുപോകുന്നു, പിന്നാലെ 3 പേരെയും കൊണ്ടുപോകുന്നു. ഉഷ ആ വീട്ടിൽ തന്നെ മരിച്ചിരുന്നു എന്ന് തന്നെയാണ്. ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് വേണുവും അതോടൊപ്പം തന്നെ വിനിഷയും മരിച്ചത്. എന്തായാലും ജിതിൻ ഇപ്പോഴും അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. ബന്ധുക്കൾ ചില ആശാവഹമായ പുരോഗതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ചില സർജറികൾ കൂടി ബാക്കിയുണ്ട്. അതിനുശേഷമായിരിക്കും ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഡോക്ടർമാരും നൽകുക. പക്ഷേ ഇപ്പോഴും ജിതിൻ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. 3 പേരുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോകും. ധന്യ. ശരി മുസ്തഫ.